ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്രിയേറ്റിവിറ്റി ആണ്. അപ്പം ഇന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ഇപ്പോൾ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുന്നവരായിരിക്കും, ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ ഐഡിയ, മനസ്സിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഐഡിയയ്ക്ക് പുതിയൊരു തലത്തിൽ ചിന്തിക്കുകയും അതിനൊരു പുതിയ വിഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. പുതിയ പ്രോഡക്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ്, പുതിയ ക്രിയേഷൻസ് ഉണ്ടാകുന്നു എന്നാണ് ക്രിയേറ്റിവിറ്റി പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഇന്ന് വളരെ ഫെർട്ടൈൽ ആയിരിക്കും, വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇതുവരെയും നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇന്ന് വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസമാണ്. അതായത് നമുക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര ആത്മവിശ്വാസം തോന്നില്ലേ, അതുപോലെ വളരെ ആത്മവിശ്വാസം തോന്നുന്ന ഒരു ദിവസമാണ് ഇന്നെന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്, ക്രിയേറ്റിവിറ്റി. ദെൻ സെക്കൻഡ് എക്സിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോകണം എന്ന് തോന്നുന്ന ഒരു ദിവസമാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടേതായ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കണം എന്ന് മനഃപൂർവ്വമായി ബോധപൂർവമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ഉണ്ടാക്കാനോ എൻ്റെ പേരിൽ അറിയപ്പെടണം എന്നും വിചാരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്, എനിക്കൊരു പർപ്പസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളിലുള്ളതും പുറമേ ഉള്ളതുമായിട്ട് പ്രശ്നങ്ങളെ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന് ഒരു തോന്നൽ വരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു റിയലൈസേഷൻ നടത്തുന്ന ദിവസമായിരിക്കും ഇന്ന്. അതായത് ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ഫലമാണ്, അതുകൊണ്ട് ഞാനിത് അനുഭവിച്ചിട്ട് ഇതിൽ നിന്ന് പുറത്തു കടന്ന് എൻ്റെ വഴിക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിയലൈസേഷൻ്റെ കാർഡാണ് ഈ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ടുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു റിയലൈസേഷൻ ഉണ്ടാകുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ഇന്ന് ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും, സ്വന്തമായി ചിന്തിക്കുക, സ്വന്തമായിട്ട് ആത്മപരിശോധന നടത്തുക. ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു മെഡിറ്റേഷൻ മോഡിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ കാർഡ്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പ്രത്യേകം പൂജകളോ വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ആളുകളെ മിസ് ചെയ്യുക, ചില ആളുകളെ കുറിച്ച് കൂടുതൽ സമയം ചിന്തിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നിലനിൽപ്പിനൊപ്പം മറ്റുള്ളവരുടെ കുറെ നിലനിൽപ്പും കൂടെ നമ്മൾ ആലോചിക്കുമ്പോൾ അവര് നമ്മളിലേക്ക് വരേണ്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് എനിക്ക് ഇവരെ പിന്നിൽ ഉപേക്ഷിക്കാൻ പറ്റാത്തത് എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് എൻ്റെ എക്സിസ്റ്റൻസ് മറ്റു ചിലരുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അവരെ എനിക്ക് മറക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതാണ് ഈ എക്സിസ്റ്റൻസിന്റെ കാർഡ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ക്രിയേറ്റർ ആണ്. എന്ന് പറയുന്നത് അത് ഏറ്റവും നിങ്ങളുടെ പാഷൻ എന്ത് തന്നെ ആയാലും അതിനെ ഏറ്റവും അതിന്റെ പീക്ക് എൻഡിൽ പോയിട്ട് പിടിക്കുക. അതായത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ അതിന്റെ ഏറ്റവും അറ്റത്ത് പോയി അതിനെ സ്വന്തമാക്കുന്ന ഒരാളാണ് നിങ്ങൾ. അതുപോലെ നിങ്ങൾ ഒരുപാട് പാഷൻസ് ഉള്ള ആളായിരിക്കും. എന്ന് വെച്ചാൽ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന്റെ പരിപ്പിളക്കിയിട്ട് പിന്മാറുള്ളൂ എന്ന് പറയത്തില്ലേ, അതായത് അതിന്റെ അറ്റം കണ്ടിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ഒരു കാര്യം വേണോന്ന് ആഗ്രഹിച്ചാൽ അതിന്റെ അറ്റത്ത് വരെ ചെന്നത് സ്വന്തമാക്കുക,
അതിനുശേഷം അതിനോടൊരു താല്പര്യം പോകും, പിന്നെ അടുത്ത പാഷനായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് പലപ്പോഴും പലതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും. ചില സമയത്ത് ഒരു പ്രത്യേക കാര്യത്തിനോട് ഭയങ്കര താല്പര്യമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും, എന്നിട്ട് വീണ്ടും അടുത്തതിനോട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇന്ന് നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടാവും. ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ഫലം കാണുന്നുണ്ടായിരിക്കും. കാരണം അതിന്റെ എക്സ്ട്രീം എൻഡിൽ നിങ്ങൾ ചെന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്ന് കൂടുതലും കരിയർ ഓറിയന്റഡ് ആയിരിക്കും, ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആളായിരിക്കും. നിങ്ങൾ എന്ത് പ്രവൃത്തിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഫലം നിങ്ങൾ ഇന്ന് കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ക്രിയേറ്റർ. ദെൻ കൺട്രോൾ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ അതോറിറ്റിയെ ഭയപ്പെടുന്നതായിട്ടും, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ജഡ്ജ് ചെയ്യും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിലിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുന്നതാണ് ഈ കൺട്രോൾ. അതായത് മറ്റുള്ളവരാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അവരെന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, പക്ഷെ അതിനെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഇന്ന് കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും, വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇൻ കേസ് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ, വഴക്കുണ്ടാക്കാൻ പോവുകയാണ്, നിങ്ങളുടേതല്ലാത്ത ഒരു വഴക്ക് പിടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പക്ഷം പിടിക്കാൻ പോകരുത്. ചുമ്മാ നിന്ന് കേട്ടിട്ട് ഇങ്ങ് പോന്നാൽ മതി കേട്ടോ. ഇന്ന് പക്ഷം പിടിക്കാൻ പോകരുത്. അതുപോലെ സംസാരിക്കുമ്പോൾ വളരെ കൃത്യതയോടും ക്ലാരിറ്റിയോടും കൂടി സംസാരിക്കണം. ഇമോഷണലി യാതൊരു തീരുമാനം എടുക്കാൻ പാടില്ല. എന്തൊക്കെ ചുറ്റും നിൽക്കുന്ന ആരും ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഇമോഷണൽ ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അത്രയും തലച്ചോറ് കൊണ്ടായിരിക്കണം. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് എടുക്കുകയേ ചെയ്യരുത്. എടുക്കുന്ന അത്രയും ഹെഡ്, തലച്ചോറ് വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇമോഷണലി കണക്ട് ആവുകയേ ചെയ്യരുത്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, വഴക്കാളി മോഡാണ് കേട്ടോ. ദെൻ കമ്പാരിസൺ ആണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ കോമ്പീറ്റ് ചെയ്യാൻ ആളുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുന്നു, മറ്റുള്ള ആളുകളോട് മത്സരിക്കേണ്ടി വരുന്നു. അവിടെ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ നിങ്ങൾക്കെതിരെ കോൺസ്പിരസി ഉണ്ടാക്കുന്നുണ്ട്, ഗൂഢാലോചന നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്കറിയും, നിങ്ങൾ ഇന്ന് അറിയാൻ സാധ്യതയുണ്ട്. അതിനെതിരെ ചിലപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചെറിയ കാര്യങ്ങളെയും വലിയ കാര്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യാന്നാണ്. അത് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ ആളുണ്ടെന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനോട് അതേപോലെ ചെയ്യാനായിട്ട് ആളുകളുണ്ട്. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് മറ്റുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു മത്സരം അവിടെ ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത്. ഓക്കെ, വീണ്ടും കോൺഫ്ലിക്റ്റിന്റെ കാർഡാണ്, വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് റൈപ്പ്നെസ് ആണ്. ഇത് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തേക്കുന്നത് അതിന്റെ ഫുൾഫിൽമെന്റ് ആണ്. അതിന്റെ ഫലം പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഈ റൈപ്പ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ ഫലം കൊയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൊയ്യുന്നു എന്നുള്ളതാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ഫാമിലിയോടൊപ്പം അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം അധിക സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ധാരാളമായിട്ട് പണം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് റൈപ്പ്നെസ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഫാമിലിയിൽ. ദെൻ ട്രാവലിംഗ് ആണ്. ഇത് ട്രാവലിംഗും ഉണ്ട്, കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കമ്മ്യൂണിക്കേഷന്റെ കാർഡും കൂടിയാണ്. ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം ട്രാവൽ ചെയ്ത് വരുന്നുണ്ടെന്നാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അത് ഓൺ ദ വേ ആണ്. നിങ്ങൾക്ക് ഉടനെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ജോലിക്കത്തോ, അതായത് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു കോൾ ലെറ്ററോ, അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ലെറ്ററോ, ഒരു ഇമെയിലോ ഒക്കെ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഒരാളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അത് കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇന്ന് പിന്നെ ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഫലം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി പ്രവാസികളായ ആളുകൾക്ക് നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങൾ ഇന്ന് തയ്യാറാവുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. പോകാനുള്ള ടിക്കറ്റ് ഒക്കെ നോക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എയർ ട്രാവലിന്റെ കാർഡാണ്. അപ്പോൾ എയർ ട്രാവൽ ചെയ്യാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ദെൻ ഇന്നസെൻസ് ആണ്. പുതിയ തുടക്കമാണ്. നിങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ നോക്കി കാണുന്നതാണ്. ഒരുപാട് കടമ്പകളിലൂടെ കടന്നുപോയ ആളുകളാണ് നിങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് സ്റ്റക്കായി നിന്നവരാണ് നിങ്ങൾ. പക്ഷെ ഇപ്പോ നിങ്ങൾ അതിനെല്ലാം
ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഹീൽഡ് ആവുന്നു, നിങ്ങൾ ഒരുപാട് ഹീലിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് ഹീലായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവാണ്, വളരെ ഹാപ്പിയാണ്, പുതിയൊരു തുടക്കം നിങ്ങളിൽ നിന്ന് ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിൽ നിന്ന് നിങ്ങളിലേക്ക് വരും. വീണ്ടും അതൊരു ട്രാവലിങ്ങിന്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ പണം ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. പച്ചക്കുതിരയെ കാണാം. പച്ചക്കുതിര വന്നാൽ കാശ് കിട്ടുമോ? പച്ചക്കുതിര കാണാൻ സാധ്യതയുണ്ട്. പച്ചക്കുതിര വന്നാൽ കാശ് കിട്ടുമെന്നല്ലേ. അപ്പൊ ഇഷ്ടംപോലെ പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്ന ദിവസമാണ്. വളരെ ഇന്നസെന്റ് ആയ ഒരു കുട്ടിയെ പോലെ നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്നാണ്. അതായത് അത്ര നിഷ്കളങ്കമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണുന്നത്. അതിനകത്ത് ഒത്തിരി കള്ളത്തരമുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ വേറൊരു തലത്തിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നതെന്ന് മാത്രം. ദെൻ റിബലാണ്. ഇവിടെ ഒരു വീണ്ടും ഒരു ഈഗോ, ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ യൂണിഫോം ജോബ്സ് ഇട്ട ആളുകളുമായിട്ടൊക്കെ ചിലപ്പോൾ പോലീസ്, പട്ടാളം, എക്സൈസ്, ഫോറസ്റ്റ്, അങ്ങനെ യൂണിഫോം ജോബ്സ് ഇട്ട ആളുകളുണ്ടല്ലോ. ചിലപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ അവിടെ നിന്ന് TTR പിടിച്ച് പുറത്താക്കുന്ന ആവാനും മതി കേട്ടോ. അതല്ലെങ്കിൽ കോടതി കേസുകളിലൊക്കെ പോയി പെടാനൊക്കെ സാധ്യതയുണ്ട്. ജഡ്ജ്മെന്റ് അതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇന്ന് പെടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ഈഗോ കൂടുതലായിരിക്കും. ഈഗോ കൂടുതലായിരിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും. നിങ്ങൾ ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നുള്ള കുറെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ലൈഫ് ഒന്ന് സ്ട്രക്ചർ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് പിടിവാശി കൂടുതലായിരിക്കും, കുറച്ച് വെട്ടൊന്നു മുറിവേണ്ട സ്വഭാവമായിരിക്കും ഇന്നും ഭയങ്കര കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഇനി ജോലിയിൽ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് ഇന്ന ദിവസം കേൾക്കത്തേയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാണ് നിങ്ങളുടെ തീരുമാനം. അപ്പൊ ആ രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മറ്റാരുടെയും കൂടെ കൂടാത്തത് കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നതും സൂക്ഷിക്കുന്നതും നല്ലതായിരിക്കും. ദെൻ ലാസ്റ്റ് വന്നിട്ട് പേഷ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളത് നിങ്ങളിലേക്ക് തന്നെ വരും. അതിൻ്റെതായ ഒരു സമയം, ഒരു ഡിവൈൻ ടൈം ആകണമെന്ന് മാത്രം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് കാത്തിരിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, ഇത് നിങ്ങളിലേക്ക് തന്നെ വരാനുള്ളതാണ്. ഇത് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാകാം, ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകാം, സ്പിരിച്വൽ ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇന്ന്. പണം കാത്തിരിക്കുന്നവർക്ക് ഇന്ന് പണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കാം, ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന എനർജി ആയിരിക്കാം. ഇനി സ്പിരിച്വാലിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ അവിടെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്തിട്ട് നെക്സ്റ്റ് എന്താണെന്ന് അറിയാതെ ഒരു കാത്തിരിപ്പായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് പണം വന്ന് ചേരാൻ സാധ്യത ഉണ്ടെന്നാണ് വീണ്ടും വീണ്ടും കാണുന്നത്. സൈലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് വളരെ കാമായിട്ടിരിക്കാൻ പറ്റും. വളരെ പ്രതീക്ഷയോടുകൂടി നടന്നതെല്ലാം നല്ലതിനാണ്, ഇനി നടക്കാൻ പോകുന്നത് നല്ലതിനാണ് എന്നൊരു ഒരു ഉൾബോധം വരുന്നതായിട്ടും നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് ഇതിനെല്ലാം പ്രതീക്ഷിച്ച് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, ശാന്തമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇന്നൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നോ ഇന്ന് അതിന് ഫലമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണെന്ന് ജനറൽ ആയിട്ട് കിട്ടുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലവേഴ്സിനുള്ള ഗൈഡൻസ് ഉള്ള നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം കിട്ടുന്നതെന്ന് നോക്കാം. എന്താണ് ഇന്ന് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ഇന്നേ ദിവസം ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? അൺറിക്വൈറ്റഡ് ലവ്. ചിലപ്പോൾ ഇന്ന് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുമ്പോൾ എനിക്കിത് ആവശ്യമുള്ള റിലേഷൻ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പഴയ പോലെ ഒരു അട്രാക്ഷനോ സ്നേഹമോ ഒന്നും ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയോട് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഇയാളെ ശരിക്കും ഞാൻ തിരിച്ച് ഞാൻ ചേർത്ത് പിടിക്കണമോ എന്നൊരു സംശയത്തിൽ നിങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു ചിന്തയിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യത. ഞാൻ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ വേദന അനുഭവിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ അതിന്റെ ഒരു ഡെപ്ത് ഇല്ലായ്മയെ കുറിച്ച് ആലോചിക്കാൻ സാധ്യതയുണ്ട്. എന്തിനാണ്, വൈ ഷുഡ് ഐ എന്നൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ പേഴ്സണെ അക്സസിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അവരോട് പറയാനുണ്ടോ അതൊക്കെ ഓപ്പൺ ആയിട്ട് അവരോട് പറയുക. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ഉണ്ടായിരിക്കും.
കാരണം എങ്കിൽ മാത്രമാണ് ഇനി വരുന്ന തെറ്റിദ്ധാരണകളും നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പഴയ ധാരണകളും തെറ്റിദ്ധാരണകളും കിടക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് മറ്റ് ധാരണകളും തെറ്റിദ്ധാരണകളും വരുമല്ലോ. അന്നേരമാണ് മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. അതിന് നല്ലത് എപ്പോഴൊക്കെ പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും വരുന്നോ അത് അപ്പൊ തന്നെ പറഞ്ഞ് ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അവിടെ ഒരു കല്ല് കടിയുടെ ആവശ്യമില്ല, അവിടെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് പോകണം. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ വേണം. അതായത് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്, അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇന്ന് തന്നെ പറഞ്ഞ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയേക്കണം. ഓക്കെ, ലാസ്റ്റ് കാർഡ് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അതായത് നമ്മൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമുക്ക് പല സിഗ്നൽസും യൂണിവേഴ്സ് തരുന്നുണ്ടായിരിക്കും. ഇത് നിനക്ക് നല്ലതിനല്ല, ആ വഴി പോകരുത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷനും നിങ്ങളുടെ ഏഞ്ചൽസും ഒക്കെ പറയുന്നുണ്ടാവും. നിങ്ങൾ അത് കേൾക്കൂല, നിങ്ങൾ മുന്നോട്ട് പോകും. മുന്നോട്ട് പോയി പല പ്രാവശ്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലാഗുകൾ കാണിച്ചു തരും. നിങ്ങൾ അത് മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് പലപ്പോഴും പല ക്ലൂസും കിട്ടും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തിയല്ല, നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. അതിനുശേഷം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി തിരിഞ്ഞു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അയ്യോ ശരിയാണ്, അന്ന് ഞാൻ അങ്ങനെ കണ്ടായിരുന്നു, അന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിലായിരുന്നു, അന്ന് ഞാൻ നോക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത്, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടോ, റെഡ് ഫ്ലാഗുകൾ കാണുന്നുണ്ടോ, എന്തെങ്കിലും സിഗ്നൽസ് പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നാണ് കാണിക്കുന്നെങ്കിൽ പോകണ്ട. അവിടെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, പിന്നെ അങ്ങോട്ട് അടുത്ത ചോദ്യമില്ല. ഒന്നുകൂടെ നോക്കിയേക്കാം. എന്തിനാണെന്നറിയോ, ഈ തുളസിയില എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കൂലേ, അപ്പം അകവും പുറവും പറയും. എന്നിട്ട് ഞാൻ അകം പറയും, വീഴുന്ന പുറമായിരിക്കും. അപ്പൊ എന്നാ ഒന്നുകൂടി ഇട്ട് നോക്കാം, ഒന്നി പഴിച്ചാൽ പോകുന്നു. അപ്പൊ ഞാൻ വീണ്ടും അകം പറഞ്ഞിട്ടിടും, വീണ്ടും പുറം വീഴും. അപ്പൊ എന്നാ അപ്പൊ വീണ്ടും വിചാരിക്കും ഒന്നി പഴിച്ചാൽ പോകുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇടും, അകം പറയും, പുറം വീഴും. അപ്പം ഞാൻ പറയാം ഇത് ക്യാൻസൽ ചെയ്തേക്കുന്നത്, ഇത് ശരിയല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനല്ല വേണ്ടത്. അപ്പൊ അത് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് ആണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചു, യൂണിവേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സിഗ്നൽ തന്നു, നോ എന്ന് കാണിച്ചു തന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽസ് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യണം ഇന്നേ ദിവസം. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.